സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. തൃശൂരിൽ VS സുനിൽകുമാറും മാവേലിക്കരയിൽ CA അരുൺകുമാറും സ്ഥാനാർത്ഥികളാകാനാണ് സാധ്യത. 26-ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗമാണ് അന്തിമ തീരുമാനമെടുക്കുക. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഫീദ്, നാലിടത്തും ഏതാണ്ട് പേരുകളിലേക്ക് എത്തുന്നുണ്ട് CPI-യിലെ ചർച്ചകൾ എങ്ങനെയാണ് ഷഫീദ്? സർജിത, ഇന്ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് CPI സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇന്ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് ജില്ലാ നേതൃയോഗങ്ങൾ ചേരാൻ നിർദ്ദേശം നൽകും. ജില്ലാ നേതൃയോഗങ്ങളിൽ തീരുമാനമാകുന്ന 3 പേരുകളായിരിക്കും തൊട്ടടുത്ത ദിവസം ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പ്രധാനമായും ചർച്ചയാവുക. ശേഷം 26-ാമത്തെ നേതൃയോഗങ്ങൾക്ക് ശേഷം CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്യും. നിലവിൽ 4 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. അത് തിരുവനന്തപുരം, മാവേലിക്കര, തൃശ്ശൂർ, വയനാട് എന്നീ സീറ്റുകളിലാണ്. ഇതിൽ 2 സീറ്റുകളിൽ ഏതാണ്ട് സ്ഥാനാർത്ഥി നിർണയം ധാരണയായിട്ടുണ്ട്. അതിൽ തൃശ്ശൂരിൽ VS സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകും. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലത്ത് ജനകീയ മുഖത്തെ പരീക്ഷിക്കുകയാണ് CPI മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. മാവേലിക്കരയിൽ AIYF നേതാവ് അരുൺകുമാറിനെ ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ അടക്കം നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് മുൻപിലുമുണ്ട്. ഇനിയുള്ളത് 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അതിലൊന്ന് തിരുവനന്തപുരവും വയനാടും. തിരുവനന്തപുരത്ത് നേരത്തെ പന്ന്യൻ രവീന്ദ്രന്റെ പേര് ഉയർന്നു കേട്ടെങ്കിലും ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. CPI അങ്ങനെ ചില ആലോചനകൾ കൂടി നടത്തുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കാൻ എത്തുമെങ്കിൽ സ്വാഭാവികമായും ദേശീയ ശ്രദ്ധ നേടും. അങ്ങനെയെങ്കിൽ ആനി രാജയെ അവിടെ പരീക്ഷിക്കാം എന്നുള്ളൊരു ആലോചനയിലാണ് നിലവിൽ സംസ്ഥാന നേതൃത്വം ഉള്ളത്. റിജിത്ത്, ശരി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.